മാതാപിതാക്കളോടും ഗുരുനാഥന്മാരോടും മുതിർന്ന ആളുകളോടും ആദരവും ബഹുമാനവും കാണിക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കടമയാണ്. നമ്മൾക്കറിയാം, പഴയ കാലത്തുണ്ടായിരുന്ന സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നൽകിയ ആദരവും ബഹുമാനവും വളരെ അധികമുണ്ട്. ത്വായിഫുകാരായ ഒരു കൂട്ടം ജനങ്ങൾ വന്നുകൊണ്ട് പള്ളിയിൽ ശബ്ദമുണ്ടാക്കി. ആ സമയത്ത് ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരോട് ചോദിക്കുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ശബ്ദമുണ്ടാക്കുകയാണോ? നമ്മളുടെ നാട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷിക്കുമായിരുന്നു. ഈ ഒരു സംഭവത്തിലൂടെ നമ്മൾക്ക് മുതിർന്ന ആളുകളോടും മാതാപിതാക്കളോടും ആലിമീങ്ങളോടും ആദരവും ബഹുമാനവും കാണിക്കണം എന്നുള്ളതായ വ്യക്തമായ നിർദ്ദേശം നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. ഇത് ഇല്ലാത്തത് കൊണ്ടാണ് ഇബ്ലീസിലേക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ടായത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആദരവ് നൽകേണ്ട വ്യക്തികളാണ് നബിമാർ, അഹ്ലുൽ ബൈത്ത്, സ്വഹാബത്ത്, വലിയമാർ, ആലിമുകൾ, സജ്ജനങ്ങൾ, മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, മുതിർന്നവർ. ആദരിക്കേണ്ട വസ്തുക്കളാണ് പരിശുദ്ധമാക്കപ്പെടുന്ന ഖുർആന്, മതഗ്രന്ഥങ്ങൾ, അൽ കഅബത്തുൽ മുകറമ, അൽ ഹുജറത്തു ശരീഫ, മസ്ജിദുകൾ, മുഅ്മിനീങ്ങളുടെ ഖബറുകൾ.